നീ നമ്മുടെ ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിന്റെ അവകാശിയാ. അതൊരിക്കലും നീ മറക്കരുത്. ശരി ചേച്ചി, ഞാൻ ഇനി ആവശ്യമില്ലാത്ത ഒന്നിലും ഇടപെടില്ല. മിടുക്കൻ. ഇതാണ് എന്റെ അനിയൻ. അഷി പറയുന്ന കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പോ ഈ വീട്ടിൽ എന്നെക്കാളും വലുത് ഇവരാണെന്നാണോ ചേച്ചി പറയുന്നത്? എന്താ പ്രശ്നം തീർന്നില്ലേ? ഇപ്പോഴെങ്കിലും വാ തുറന്ന് എന്തേലും പറഞ്ഞൂടെ? പൂർണിമ എന്ത് പറഞ്ഞാലും അതിനൊരു ശരിയുണ്ടാവും. അതുകൊണ്ട് അത് അനുസരിച്ചേ പറ്റൂ. അഷി, ചേച്ചി ആദ്യം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അഷി, ദുർഗ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. കിരണു ഈ വീട്ടിലുണ്ടാവും. ഇത് പൂർണിമയുടെ തീരുമാനമാ. എന്റെ തീരുമാനത്തെ തിരുത്താനോ എതിർക്കാനോ ആർക്കും ഈ വീട്ടിൽ അവകാശമില്ല. സാധനങ്ങൾ എല്ലായിടത്തും പഴയ പോലെ വെച്ചേ. അഷി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നടക്ക്. ഇനി ഇതേക്കുറിച്ച് ഇവിടെ ഒരു സംസാരം ഉണ്ടാവരുത്. എല്ലാരും പോയി അവരവരുടെ കാര്യം നോക്കാൻ നോക്കി. പൃഥ്വി, 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 നിനക്കെന്താ ചേച്ചിയോട് സംസാരിക്കാൻ താല്പര്യമില്ലേ? ഞാൻ എന്താ സംസാരിക്കേണ്ടത്? എന്നെ തല്ലാൻ കയ്യോങ്ങരുടെ സപ്പോർട്ട് കാണിച്ച ചേച്ചിയോട് ഞാൻ എന്താ സംസാരിക്കേണ്ടത്? എനിക്കറിയില്ല. ഇവിടെ നടക്കുന്ന ഓരോന്ന് കാണുമ്പോൾ ചേച്ചിക്ക് ഞാനാണോ ആ കിരണാണോ അനുജൻ എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. പൃഥ്വി, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നതിന് എന്താ തെറ്റ്? ഈ നിമിഷം വരെ ചേച്ചി ആ കിരണയും ദുർഗയല്ലേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? പൃഥ്വി, നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? എനിക്ക് ധ്വനിമോളാണോ നീയാണോ വലുതെന്ന് ചോദിച്ചാ നീ കഴിഞ്ഞിട്ട് എന്റെ മോള് പോലും ഉള്ളൂന്നേ ഞാൻ പറയുള്ളൂ. ആ എന്റെ സ്നേഹം എന്താ പൃഥ്വി നീ മനസ്സിലാക്കാത്തെ? പൃഥ്വി, നീ എന്റെ അനിയനല്ല, എനിക്ക് എന്റെ മോനെ പോലെയാ. അതാദ്യം ഒന്ന് മനസ്സിലാക്ക്. ഇതൊക്കെ പറഞ്ഞിട്ടും ചേച്ചി ഒരു കാര്യത്തിന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. പൃഥ്വി, ഞാൻ നിന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? നീയാണ് കിരണിനെ കൊല്ലാൻ നോക്കിയെന്ന് തെളിവ് സഹിതം ദുർഗ പറയുമ്പോ ഞാൻ നിന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാ? ഒന്ന് പറഞ്ഞു താ. ദുർഗ എന്നെ കാണിച്ചതെങ്ങാനും പോലീസിനെ കാണിച്ചാ എന്താവും നിനക്കറിയോ? അത് നിനക്ക് തന്നെയാ പ്രശ്നം. ചേച്ചി, തെളിവോ? എന്ത് തെളിവ്? പക്ഷെ എനിക്കറിയാം പൃഥ്വി, നീ എന്റെ അനിയനാ. നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു തെറ്റ് ഒരിക്കലും സംഭവിക്കില്ല. എന്താ പൃഥ്വി, എനിക്ക് നിന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ? ചേച്ചി, ഞാൻ ചേച്ചിയുടെ അനിയനാ. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു പൃഥ്വി. ഈ ഒരു കാരണം കൊണ്ടാ എനിക്ക് അവരെ ഇവിടുന്ന് പുറത്താക്കാൻ പറ്റാത്തത്. ചേച്ചി, അത് ഇത് തമ്മിൽ എന്താ ചേച്ചി ബന്ധം? പിന്നെ നിനക്കെതിരെ തെളിവായിട്ട് നിൽക്കുന്നവരെ ഇറക്കി വിട്ടാൽ അവർക്കത് കൂടുതൽ വാശിയാവത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാൻ അവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. പൃഥ്വി, നമുക്ക് ചുറ്റും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രശ്നങ്ങള് നമ്മളെ ബാധിക്കുമെന്ന് തോന്നിയാ അതിന്ന് കുറച്ച് മാറി നിൽക്കണം. അതാണ് ബുദ്ധി.
ചേച്ചി എന്തായി പറയുന്നത്? ഞാൻ തെറ്റ് ചെയ്യുന്നതാണോ? ശ്ശേ. പൃഥ്വി നിക്ക്. ഞാൻ ഇത്ര നേരം പറഞ്ഞ ഒന്നും നിനക്ക് മനസ്സിലായില്ലേ? നീ തെറ്റ് ചെയ്താൽ അതിനർത്ഥം ഞാൻ നിന്നെ വളർത്തിയത് ശരിയായില്ലെന്നാ. എന്റെ അനിയൻ തെറ്റ് ചെയ്യില്ല. എന്നെ നാണം കെടുത്തുന്ന ഒന്നും നീ ചെയ്യില്ല, എനിക്കത് ഉറപ്പുണ്ട്. പൃഥ്വി, നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം മോനെ. നീ വേറൊരു ഒരു പയ്യനല്ല. നീ നമ്മുടെ ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിന്റെ അവകാശിയാ. അതൊരിക്കലും നീ മറക്കരുത്. ശരി ചേച്ചി, ഞാൻ ഇനി ആവശ്യമില്ലാത്ത ഒന്നിലും ഇടപെടില്ല. മിടുക്കൻ. ഇതാണ് എന്റെ അനിയൻ. ഞാനാണ് കിരണിനെ കൊല്ലാൻ നോക്കിയതെന്ന് ദുർഗ എങ്ങനെ അറിഞ്ഞു? എന്ത് തെളിവാ അവളുടെ കയ്യിലുള്ളത്? ആദ്യം അത് കണ്ടുപിടിക്കണം. അയ്യോ അമ്മേ, കൈ വേദനിക്കുന്നു. അയ്യോ അയ്യോ, ഓ ഭയങ്കര വേദന. കിരൺ, എന്ത് പറ്റി? അയ്യോ നല്ല വേദനയുണ്ടോ കിരൺ? അമ്മേ, നോക്കട്ടെ. നല്ല വേദനയുണ്ടോ? നല്ല വേദന. എന്താ ഇങ്ങനെ?